സൗദിയും UAEയും തമ്മിലെ പിരിമുറുക്കം ശക്തമായതോടെ യമനിലെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായി. യമനിലെ തെക്കൻ വിഭജനവാദികൾക്ക് ആയുധം എത്തിച്ച ചരക്ക് ലോറികൾക്കും വാഹനങ്ങളും സൗദി സഖ്യസേന ആക്രമണത്തിൽ തകർത്തു. UAE യമനിലെ വിഭജനവാദികൾക്ക് ആയുധം എത്തിച്ചത് അപകടകരമായ നീക്കമാണെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകി. സൗദിയുടെ പ്രസ്താവന വിഷമകരമാണെന്നും സംഘർഷം ലഘൂകരിക്കണമെന്നും UAE മറുപടി നൽകി. 3 വിഭാഗമാണ് ഇപ്പോൾ യമൻ ഭരിക്കുന്നത്. ഇതിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇപ്പോൾ സൗദിയും UAEയും തമ്മിലുള്ള പിരിമുറുക്കത്തിന് കാരണമായത്. തെക്കൻ യമനും വടക്കൻ യമനും 1990 വരെ വ്യത്യസ്ത രാജ്യങ്ങളായിരുന്നു. തെക്കൻ യമൻ പ്രത്യേക രാജ്യമായി തുടരണമെന്നതാണ് UAE പിന്തുണയുള്ള തെക്കൻ വിഭജനവാദികളായ STCയുടെ താൽപര്യം. STCക്കായി UAE എത്തിച്ച സൈനിക വാഹനങ്ങൾ സൗദി സഖ്യസേന ഇന്ന് പുലർച്ചെ ആക്രമണത്തിൽ തകർത്തിരുന്നു. യമന്റെ ആഭ്യന്തര സുരക്ഷയെയും അതിർത്തി സുരക്ഷയെയും ബാധിച്ചാൽ തിരിച്ചടിക്കുമെന്നാണ് സൗദിയുടെ മുന്നറിയിപ്പ്. ഇപ്പോഴത്തെ സംഘർഷം രൂക്ഷമാകാൻ കാരണം തെക്കൻ വിഭജനവാദികൾ സൗദി അതിർത്തിയോട് ചേർന്നുള്ള കൂടുതൽ പ്രദേശം പിടിച്ചെടുക്കുന്നതാണ്. അതിർത്തിയിലെയും യമനിലെയും സംഘർഷം രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നാണ് സൗദിയുടെ മുന്നറിയിപ്പ്. UAE സൈനികരോട് 24 മണിക്കൂറിനകം രാജ്യം വിടാൻ യമനിലെ ഔദ്യോഗിക ഭരണകൂടം ആവശ്യപ്പെട്ടു. ഇതിനെ സൗദി പിന്തുണച്ചിട്ടുണ്ട്. ഒപ്പം നേരത്തെ സൗദി സഖ്യസേനയുടെ ഭാഗമായിരുന്നു UAE പിന്തുണയുള്ള STC. ഇവർ ചട്ടങ്ങൾ ലംഘിച്ചതായും സൗദി ആരോപിക്കുന്നുണ്ട്. സൗദി പിന്തുണക്കുന്ന യമനിലെ ഔദ്യോഗിക ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും UAE എതിർക്കുന്നതാണ്. ഫലത്തിൽ ഇരു രാജ്യങ്ങളുടെയും താൽപര്യം യമനിൽ എതിർ ദിശകളിലാണ്. സാഹോദര്യത്തോടെയുള്ള പരസ്പര ബഹുമാനത്തോടെയുള്ള നിലപാട് UAE സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. തൊട്ടുപിന്നാലെ സഹോദര രാജ്യമായ സൗദിയുടെ പ്രസ്താവന വിഷമകരമാണെന്ന് UAE പറഞ്ഞു. സംഘർഷം അവസാനിപ്പിക്കാൻ നടപടിയുണ്ടാകണമെന്നും പ്രതികരിച്ചു. യമനിൽ 90 ദിവസത്തെ അടിയന്തരാവസ്ഥ നിലവിൽ ഔദ്യോഗിക ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഔദ്യോഗിക ഭരണകൂടത്തിന് നിലവിൽ യമന്റെ 5% ഭൂപ്രദേശത്തിന് മുകളിൽ മാത്രമേ നിയന്ത്രണമുള്ളൂ. മീഡിയ 1 റിയാദ്.